മറിക്കുന്ന കമ്പനിക്ക് ലാഭം ഉണ്ടാവില്ല. ഓക്കെ, പോകാം. ബാങ്കിൻ്റെ ഫുള്ള് പണി എനിക്കാണ് ഉണ്ടാകുക. ടെക്നീഷ്യൻ ഓക്കെ, ക്ലീനർ ഉണ്ട്, സെക്യൂരിറ്റി ഗാർഡില്ല, സെക്യൂരിറ്റി ഗാർഡ് ഓക്കെ. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. നമ്മൾ ബാങ്ക് സിമല്ലേ, ഇതെന്തത്? കാറല്ലേ? ബാങ്ക്, പുതിയൊരു ബാങ്ക് നമ്മൾ തുടങ്ങി, കണ്ടില്ലേ? ബാങ്കിൻ്റെ പേര്. നമ്മളതിൽ അവിടെ ഒരു മാനേജറായിട്ടാണ് ഇനി വാഴാൻ പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. GSM ബാങ്ക്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. ആൾക്കാരൊക്കെ കയറി തുടങ്ങിയല്ലോ. നമുക്ക് എന്താ പരിപാടി? ഇതെന്താ? ആരാ എന്താണ്? അതാണ് ആരാണ്? നമ്മൾ ജോലിക്കാരെയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതായത് 2 ലെവൽ നമ്മൾ കളിച്ച് നോക്കി. ഇതിപ്പം 4ാമത്തെ ലെവൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ആൾക്കാർക്ക് പൈസ കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, വിഡ്രോ ചെയ്യേണ്ട ആൾക്കാർക്ക് പണം നമ്മൾ അവിടെ എത്തിക്കണം, അതാണ് പറയുന്നത്. അവിടെ ഓല കയ്യിൽ പണമില്ല എന്നൊക്കെയാണ്. ആരാണ്? എന്താണ്? അതാണ് ആരാണ്? എന്താണ്? ഇതിവിടെ കിടക്കട്ടെ, നമുക്ക് ഇതെടുക്കണം പൈസയിൽ നിന്ന്. എവിടെ? ഡോളറുകൾ. ഓക്കെ, നമ്മളത് അവിടെ വെച്ചു. ഇനി അമ്മമാർക്ക് എന്താളി? ഇതൊന്നും എടുത്തേ. കൈപിടി. നിറയ്ക്കുന്ന കസ്റ്റമേഴ്സ് ഐ ഡി എന്തൊക്കെയാ? 19 റെഡി 3. ഓക്കെ, പേരെന്താ? ഓക്കെ, കൺഫേം ഐ ഡി. എത്ര റുപ്യ കൊടുക്കണം? 401. ലീവ്. ഞാൻ ഫണ്ടൊന്നും എടുത്ത് വെക്കട്ടെ. ടു ദ വിഡ്രോ കൗണ്ടർ ആൻഡ് പ്ലേസ് മണി ബോക്സ് ടേബിൾ. മണി ബോക്സോ? ഇതൊന്ന് ഇത് താഴെ ഒന്ന് വെക്കാം, അവിടെ വെക്കാം. ഓക്കെ, മണി ബോക്സ് എടുത്ത് സാധനയിലൊക്കെ ഇട്ട്, ഇതാണെന്ന് തോന്നുന്നു മണി ബോക്സ്. ഓക്കെ, കറക്റ്റ്, അതന്നെ. നിങ്ങൾ പറഞ്ഞത് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്? 401, 2, 3, 495, 80, 5. മിഷനിലിട്ടോക്ക്. കറക്റ്റല്ല ഞാൻ കൊടുത്തത്? 495 കൺഫേം. ഓക്കെ, ലീവ് ചെക്കൗട്ട്. എനിക്കിവിടെ എങ്ങനെ ഒന്ന് പണിയെടുക്കാൻ ഭയങ്കര പണിയാണ്. കസ്റ്റമർ വിഡ്രോ അക്കൗണ്ട്. ഒരു 5 ആൾക്കാരെ അക്കൗണ്ടിൽ വിഡ്രോ ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷ്യർ കഴിഞ്ഞ് സർവീസറും കഴിഞ്ഞ്. അപ്പോൾ ഓരോ 2 ആളെയും പണിക്കെടുക്കണം. ക്യാഷ്യറും ഇല്ല, സർവീസറും ഇല്ല. അപ്പോൾ സർവീസറിനെ ഹയർ ചെയ്തിട്ടുണ്ട്, ക്യാഷ്യർ ഹയർ ചെയ്തിട്ടുണ്ട്, 2 ആളെ ഹയർ ചെയ്തിട്ടുണ്ട്. ഓലങ്ങ് പണിയെടുത്തോളും. ടെക്നീഷ്യൻ നമ്മളെ ഇതിൽ പൈസ ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ATM-ൽ. ഞാൻ ഈ ചേച്ചിക്കും കൂടെ പൈസ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ. എന്താ ചേച്ചി വേണ്ടേ? ഓക്കെ. അപ്പോൾ ജോയിൻ ഡേറ്റ്, എല്ലാ ഡേറ്റും കറക്റ്റ്. ഓക്കെ, കൺഫേം ഐ ഡി. എത്ര റുപ്യ വേണ്ടേ? 300. 2, 3, 90 റുപ്യ. 90. എത്രയാ മോനെ? അടിച്ചതിലൊന്നും തെറ്റിയില്ല. അതാണ് നമ്മൾ അടിച്ചാൽ കറക്റ്റാണ്. വിട്ടോ? അതിൽ 1 മിനിറ്റ്, ഞാൻ ചെറിയൊരു പരിപാടി ഉണ്ട്. ഇതെടുത്ത് ATM-ൽ ഒരു നയാ പൈസയില്ല. ATM-ൽ എന്തെങ്കിലും കൊണ്ടുവരട്ടെ, അല്ലാണ്ട് എനിക്ക് കമ്പനിക്ക് ലാഭം ഉണ്ടാവില്ല. ഓക്കെ, പോവാം. അപ്പോൾ ഇങ്ങനെ തേരാപ്പാരം നടന്നോ? ഒരാൾ പണിയെടുക്കരുത് കേട്ടോ. പറഞ്ഞ സമയത്ത് ഒരാളും ഉണ്ടാവില്ല പണിയെടുക്കാൻ. മോനെ വിഡ്രോയിൽ എത്ര വന്നപ്പോൾ നോട്ടെ?
തൽക്കാലം എണ്ണി കൊടുക്കാൻ എന്തേ വേണ്ടേ? ഇവിടെ വിഡ്രോ ക്യാഷ് ഒരാളേ ഉള്ളൂ. അപ്പോൾ ATM എന്ന ആൾക്കാർ വന്ന് പൈസ എടുക്കുന്നതുകൊണ്ടാണ് ഒന്നാമത്തേൽ നമുക്ക് കൂടിക്കൂടി വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്യുന്നത് ഇതാണ്. അതിൻ്റെ മുന്നേ നമ്മൾ വിഡ്രോ സർവീസ് 5 ആൾക്കാർക്ക് സർവീസ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മളാകെ ഇപ്പോൾ ഒരാൾക്കേ സർവീസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്യാഷ് കൗണ്ടറിൽ നമ്മൾ പൈസ അവിടെ കൊണ്ടാക്കാൻ വേണം. അതായത് ബാങ്കിൽ നിന്ന് അടുത്ത ആൾ വരുന്നുണ്ട്. സാർ ID തന്നോ, പ്രൂഫ് തന്നോ? ഓക്കെ, ജോയിൻ ഡേറ്റഡ്, റെഡി. ഓക്കെ, റെഡി. ഓക്കെ, കൺഫേം ID 285 അത് തന്നെയാണോ നമുക്ക്? 285. ഓക്കെ, കൺഫേം. ഇപ്പോൾ നമ്മൾ 2 ആൾക്കാണ് സർവീസ് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. 2 ആൾക്കാർക്കാണ് നമ്മളിപ്പോൾ സർവീസ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇതിൽ പൈസ ഉണ്ടോ? ഉണ്ടായാൽ മതിയാനും. ATM ഇങ്ങനെ പണം എടുക്കാൻ ആൾക്കാർ വരുന്നുള്ളതുകൊണ്ട് നല്ല ലാഭം ATM കിട്ടും. ATM നമ്മളൊരു പ്രതീക്ഷ. എന്നിട്ട് വേണം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ. എന്നിട്ട് ഈ ബാങ്കിൻ്റെ ഏതോ തലപ്പത്തുള്ള ഭാഗം ഒന്ന് അൺലോക്കായി കിട്ടുന്നുണ്ട്. ഞാനെന്തായാലും വീഡിയോ 2 പാർട്ടായിട്ടിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 5/6/5. ഓക്കെ, എക്സ്പയർ ഡേറ്റ്. ഓക്കെ, കൺഫേം ID 358. 1 2 3 58. 358. ഓക്കെ, കൺഫേം. ഫേക്ക് ഐഡിയ അതെങ്ങനെ? ഞാൻ കൊടുത്ത ഒറിജിനൽ ഐഡിക്കല്ലേ ഫേക്ക് ഐഡിയ അത്? ഷടാ, നമ്മളെ പറ്റിച്ചടാ. ഫേക്ക് ID. ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നെയോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു. സാരമില്ല, ഞാനൊരു പണി എന്തെങ്കിലും തരും. ഇപ്പം നമ്മുടെ വിഡ്രോ 3 ആൾക്കാരായിട്ടുണ്ട്. 4ാമത്തെ ആൾ വന്നിട്ടുണ്ട്. ഇയാൾ ഫേക്ക് അല്ല എന്ന് ഞാൻ തെളിയിച്ചിരിക്കും. ഓക്കെ, അയാൾ നമ്പർ റെഡി. ജോയിൻ ഡേറ്റ്. ഓക്കെ, എക്സ്ട്രീം ഫോട്ടോ. ഓക്കെ. ഇയാൾക്ക് എത്ര കൊടുക്കണ്ടേ? 172. 172 $. കൺഫേം. ഓക്കെ, ATM പൈസ ഇല്ലയെന്നാണ് തോന്നുന്നത്. എൻ്റെ ബലമായ സംശയം ATM തീരുമ്പോൾ പൈസ ഇല്ലെന്നാ. ഇപ്പോൾ അടുത്ത് ഏതോ ഒരാൾ വരുന്നുണ്ട്. ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? എങ്ങോട്ടാ? ഓ, ഇവിടേക്കാ. എൻ്റെ വിഡ്രോ സ്റ്റേഷനിലേക്ക് ആരും വരുന്നില്ല. തൽക്കാലം ഈ ഫണ്ട് എടുത്തിട്ട് ATM കൊണ്ടുവച്ച് ആരെ വരുന്നുണ്ടോ? എങ്ങോട്ടാ? വിഡ്രോ സ്റ്റേഷൻ വരുത്ത് കണ്ടിട്ട് ഇങ്ങോട്ടാ. ചേട്ടൻ്റെ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ബ്രോൻ്റെ ചെക്ക് ചെയ്യാനുള്ളത് കറക്റ്റ്. ഓക്കെ, പേരെന്തെന്നായിരുന്നു? മിഷാൽ. അല്ല, സോറി, ഇങ്ങോട്ട് തെറ്റിപ്പോയാണ്. ആൾറെഡി 331 റുപ്യ. 331 രൂപ. മിഷീനിലിട്ട് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കറക്റ്റ്. ഇതാണ് നമ്മളല്ലേ പൈസ. കിട്ടി. നമുക്ക് എന്തോന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. നമുക്ക് സർവീസറെ ഹയർ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് ഹയർ ചെയ്ത് കളയാം. ടൈലർ ക്യാഷർ കഴിഞ്ഞാൽ ടൈലറല്ലേ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. ആളെത്തി. ആളെത്തി. ഇയാൾ എന്തെടുത്ത് കൊടുക്കാനാ? ബാഗ് ഫണ്ട് റീഫണ്ട്. ഓക്കെ, ഫില്ലാകുന്ന ഒരാളെ വിളിക്കണം. ടെക്നീഷ്യനൊക്കെ എന്ത് കളിക്കാടെ ഇവിടെ ടെക്നീഷ്യന്മാർ. ഇനിയിപ്പം ബാങ്കിൻ്റെ ഫുള്ള് പണി എനിക്കാണ് ഉണ്ടാകുക.
ടെക്നീഷ്യൻ ഓക്കെ. ക്ലീനർ ഉണ്ട്. സെക്യൂരിറ്റി ഗാർഡില്ല. സെക്യൂരിറ്റി ഗാർഡ് ഓക്കെ. എല്ലാ എണ്ണത്തിനെയും ചെയ്തിട്ടുണ്ട്. ഓ ക്ലീനറും ഇല്ലേ? ക്ലീനറടെ ക്ലീനറെ ഹയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പണിയെടുത്തോ. ഞാൻ പറയുന്ന പോലെ എല്ലാവരും ചെയ്തിരിക്കണം. ATM-ൽ നയാ പൈസ ഇല്ല. ATM-ൽ ചെക്ക് ചെയ്തിട്ട് ഇതാരായിരുന്നു? ATM ഓഫീസർ. ഇയാൾ ATM-ൽ ഫണ്ട് നിറയ്ക്കുമോ? ചിലപ്പോൾ നിറക്കിയായിരിക്കും, അല്ലാണ്ട് ATM ഓഫീസർ എന്ന് പറയില്ലല്ലോ അല്ലേ? നമ്മുടെ കയ്യിൽ ഫണ്ടില്ലല്ലോ. വിഡ്രോ സ്റ്റേഷനിൽ ഞാൻ കുറച്ച് പൈസ എടുത്തിക്കേ, അത്യാവശ്യമായിട്ട്. ATM കൊണ്ടുവച്ച് നിറയ്ക്കട്ടെ. അതിലൊരു നയാ പൈസ ഇല്ല. നിറഞ്ഞ് ഇനി ആരെങ്കിലും ATM ഒന്ന് പൈസ എടുത്താൽ മാത്രമേ നമുക്ക് ലേശം ഒരു പൈസ എന്താ പറയുക ഫണ്ട് ഉണ്ടാവുള്ളൂ. ബാങ്ക് അങ്ങോട്ട് നടത്തിക്കൊണ്ടുണ്ടേ, എന്നാൽ മാത്രമേ നമുക്ക് കച്ചവടം പൊളിക്കാൻ പറ്റൂ. അത്യാവശ്യമായിട്ട് എല്ലാവരും ഇപ്പം ഇനി ATM എന്നാ പോയി എടുക്കുക. ATM അടുത്തെന്തോന്ന് അൺലോക്ക് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തെന്നാ അൺലോക്ക് ദിസ് കൗണ്ടർ. അതൊക്കെ ഞാനങ്ങ് അൺലോക്ക് ചെയ്യും. എനിക്ക് തോന്നുമ്പോൾ ഞാൻ അൺലോക്ക് ചെയ്യുള്ളൂ. ഇനി പറഞ്ഞാലൊന്നും ഞാൻ അൺലോക്ക് ചെയ്യില്ല. എന്തായാലും അൺലോക്ക് ചെയ്താലേ നിങ്ങൾക്കും കാണാമല്ലോ. അപ്പോൾ അടുത്തത് നമ്മൾ അൺലോക്ക് ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മൾ പുതിയൊരു എന്താ പറയുക പുതിയൊരു അത് തന്നെ പുതിയൊരു ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ ആൾക്കാർ വരും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ ആൾക്കാർ ഓരോ സാധനം തരും. അത് നമ്മൾ ലോക്കറിൽ സൂക്ഷിക്കേണ്ട കൗണ്ടറാണ്. അതിനുള്ള ഒരു ഫെസിലിറ്റിയാണ് ബാങ്കിലുള്ള. നിങ്ങൾ ബാങ്ക് കാണുന്നതാണല്ലോ ഓരോന്ന് പണയം വെക്കുന്നത്, എന്നിട്ട് അത് പണയം കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് പോകുന്നത്. അതേ സംഭവം തന്നെ. ആൾക്കാരും വരുന്നില്ലല്ലോ അങ്ങോട്ട്. ഞാനൊന്നിപ്പോൾ വരെ ആരെങ്കിലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ 1000 ഉറുപ്പ്യേൻ്റെ തുറക്കാൻ നയിക്കോ? മാനേജർ റൂം ഇതെപ്പോഴാലും ഒന്ന് തുറന്നിട്ട് മാനേജർ റൂം, എന്നിട്ട് വേണം ആ സീറ്റിൽ കയറി കുത്തിരിഞ്ഞ കമ്പ്യൂട്ടറൊക്കെ ഒന്ന് നോക്കി കുത്തിരിക്കുക. അതൊന്ന് അൺലോക്കായി കിട്ടേണ്ടിനും. ഇതിൽ പൈസ 0 ബാലൻസ്. 3000 രൂപയാണ് നമ്മളെ പെട്ടെന്ന് പുഷ്പം പോലെ കത്തിപ്പോയത്. അതിൽ ഫണ്ടുണ്ടല്ലോ, ഉണ്ട്. നമുക്കിപ്പോൾ ആവശ്യം ഓക്കെ കം ഓൺ. ATM-ൽ നയാ പൈസ ഇല്ല. ആൾക്കാർ കുറവാണല്ലോ ATM-ലേക്ക് വരുന്നല്ലോ. ATM-ലേക്ക് ആൾക്കാർ വന്നാലല്ലേ നമുക്ക് സാധനമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പം നോക്കിയാൽ ഏടൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് വരിക ATM-ന്ന് പൈസ എടുക്കാൻ. നോക്കിയോ എവിടെ പോയി? ചങ്ങായി വരുന്ന ATM-ന്ന് പൈസ എടുക്കാൻ. അതാ കണ്ട എന്താടേ നിനക്കൊക്കെ എന്താ ദിവസം മാസ ശമ്പളം? വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല. എന്താടാ തല്ലണ? അടുത്ത ആരെയും വരില്ലോ ATM-ന്ന് ഇപ്പോൾ പൈസ എടുക്കാം. എന്തെങ്കിലും ആട്ടെ, ഓല് പൈസയൊക്കെ എടുക്കട്ടെ. നല്ല നമ്മളെ കമ്പനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും. ഇയാളെ കൗണ്ടർ തീർന്നുപോയി. സോറി, ആ നടക്ക്. ഓക്കെ, ഇനി ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആരെയും വന്നിക്കോ? ഇല്ല. എടാ ക്ലീനർ എവിടെ പോയി? ഞാൻ ഇവരെയൊക്കെ പണിക്ക് വെക്കുന്ന പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വെറുതെ പണിക്ക് വെച്ചതാണ്. പണിയെടുക്കട്ടെ. കയ്യിൽ 5 കണ്ട നയാ പൈസയില്ല. ബാങ്കിലുണ്ട് വെറും 1968 കുലുവ. എന്നെക്കൊണ്ട് എന്താക്കേ? ഒരു ബാങ്ക് ഫെസിലിറ്റിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ വേണ്ടേ ഇല്ലേ? അല്ലാണ്ട് എങ്ങനെയാണ് ഇത്? ബാങ്കാണത്രേ ബാങ്ക്. അടിപൊളി കാറ്, മോശമല്ല. ഇവിടെ ATM ഉണ്ട്, ഇപ്പുറത്തും ATM ഉണ്ട്. അങ്ങനെയല്ലേ? ഓക്കെ.
നമ്മുടെ ബാങ്ക് പേര് എന്താണല്ലോ, GSM ബാങ്ക്. സോ അടുത്താൾ എന്നാൽ പിന്നെ ആടെ പോയി കുത്തിനാ പോരേനോ. എൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ലാലും ഇപ്പോൾ കയ്യിൽ. ആരോ ഇവിടെ തീർന്നിക്കല്ലോ. ക്യാഷ്യറും സർവീസറും തീർന്ന്. ദൈവമേ, സർവീസ് ഓഫീസർ. അപ്പം ഇപ്പോഴല്ലേ ഞാൻ ഓരോ ഇതാക്കിയത്. ക്യാഷ്യറായിട്ട് ഞാൻ കൂടാ. ഇഞ്ഞായിട്ടല്ല, ക്യാഷ്യറായിട്ട്. അല്ലാണ്ട് എനിക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ. സിവിൽ സർവീസ് ഓക്കെ. 29 എക്സ്പയറിംഗ് ഡേറ്റ് ഓക്കെ. കൺഫേം ID. ഫണ്ട് എത്രയുണ്ട്? ലീവ് ചെക്കൗട്ട്. ഇനി ക്യാഷ്യർ എന്തായാലും ആഡ് ചെയ്യണം. അപ്പുറത്താരോ ഒരാൾ വന്നിട്ടുണ്ട്. എന്നാലേ നമുക്ക് ടുള്ളുള്ളുള്ളു ഇല്ലേ. ആരെ വന്ന പോലെ തോന്നിയത്. കൊതിപ്പിച്ചടോ. ആരോ വന്നെന്ന്. ആരും പെട്ടിയായിട്ടൊന്നും വരുന്ന കാണുന്നില്ലല്ലോ. ആരെങ്കിലൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വാ. ഞാൻ ഇവിടെ ബോറടിച്ച് കുത്തിരിക്കുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.